കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ചിലരെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ളവരെ കുറിച്ച് പരാതികളും പരിഭവങ്ങളും ഒക്കെ നമ്മൾ പറയാറുണ്ട്. വ്യക്തികളുടെ വ്യതിരക്തമായിട്ടുള്ള സ്വഭാവ രീതികൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. കുഴപ്പക്കാരെന്നും ശല്യക്കാരെന്നുമൊക്കെ നമ്മൾ വിചാരിക്കുന്ന ചിലരൊക്കെ നമ്മുടെ കൂടെ ഇല്ലാതെ വരുമ്പോൾ നമ്മളൊരു ശൂന്യതാബോധത്തിലേക്ക് എത്തും. ഒരപ്പച്ചൻ ഒരിക്കൽ പറഞ്ഞു, കൊച്ചു വീട്ടിലില്ലാത്തത് കൊണ്ട് ഒരു സുഖമില്ല. എന്താ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മോൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയിരിക്കുക. അവൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവനോട് വഴക്കു പറയാനും ഒച്ചയിടാനൊക്കെ സാധിക്കുമായിരുന്നു. അതിൽ സന്തോഷമായിരുന്നു. ഇന്ന് അവൻ ഇല്ലാത്തത് കൊണ്ട് വഴക്കു പറയാനോ ഒച്ചയിടാനോ സാധിക്കുന്നില്ല. എല്ലാ വ്യക്തികളും പുളിമാവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തരും അവരായിരിക്കുന്ന മേഖലകളിൽ, പ്രവർത്തന രീതികളിലൊക്കെ അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്രകൾ പതിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ ഒരു പുളിമാവാകാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും. യഥാർത്ഥത്തിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് പുളിമാവാകാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 21-ാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് പുളിക്കുവോളം ചേർത്തു വെച്ച പുളിപ്പ് പോലെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ ഇടപെടലുകൾ മറ്റുള്ളവർക്ക് ഉത്സാഹവും സന്തോഷവും നൽകുന്നുണ്ടെങ്കിൽ അത് പുളിമാവിന് തുല്യമായൊരു ജീവിതമാണ്. ഞാനായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് പ്രകാശം കൊടുക്കുന്ന വ്യക്തിയാകാൻ സാധിക്കണം. എൻ്റെ ഒരു വാക്കും ഒരു നോട്ടവും ഒക്കെ മറ്റുള്ളവരിൽ പ്രതീക്ഷയും സ്വപ്നങ്ങൾ കാണുവാനുള്ള ജീവിത രീതികളും നൽകുന്നതായിരിക്കണം. ആരെയും നിരാശപ്പെടുത്തുന്നൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മാവിൽ നമ്മൾ പുളിപ്പ് കുഴച്ചു വെക്കുമ്പോൾ കാത്തിരിക്കണം അത് പുളിക്കുവോളം. ഒരു നിമിഷം കൊണ്ട് തന്നെ മാവിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പുളിപ്പെത്തുമെന്ന് ചിന്തിക്കരുത്. അതിന് ക്ഷമയോടുള്ള കാത്തിരിപ്പ് നമുക്ക് ആവശ്യമാണ്. ആരൊക്കെ ജീവിതത്തിൽ പുളിമാവായിട്ടുണ്ടോ, മറ്റുള്ളവർക്ക് പുളിപ്പ് നൽകിയിട്ടുണ്ടോ, അവരൊക്കെ ക്ഷമയോടെ കാത്തിരുന്നവരാ. നീയും കാത്തിരുന്നാൽ നിനക്കും മറ്റുള്ളവർക്ക് വേണ്ടി പുളിപ്പായി മാറാൻ സാധിക്കും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.